ചെന്ന് കഴിഞ്ഞാൽ എല്ലാ നായ്ക്കളെയും അപ്പം കിട്ടില്ല, കുറേ ഓടും, അപ്പം വീണ്ടും അവിടെ പിടിക്കേണ്ടി വരും. ഇപ്പം ഫസ്റ്റ് പ്രയോറിറ്റി അക്രമകാരികളായിട്ടുള്ള നായ്ക്കളെ പിടിക്കുന്നതിനാണ്. ആ മീറ്റിങ്ങിൽ വെച്ച് തിരുവനന്തപുരം സിറ്റിയിലെ കുടിവെള്ള പ്രശ്നത്തെക്കുറിച്ചും വെള്ളക്കെട്ടിനെക്കുറിച്ചും ഞങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ചർച്ച. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ കണ്ട ആദ്യ കൂടിക്കാഴ്ചയിൽ തന്നെ അദ്ദേഹം ആവശ്യത്തിന് സമയം അനുവദിച്ചു. കുടിവെള്ള പ്രശ്നം, വെള്ളക്കെട്ട്, വേസ്റ്റ് മാനേജ്മെൻറ്റ്, ഇക്കാര്യങ്ങളിൽ. അപ്പോൾ നിലവിലുള്ള സംവിധാനം വെച്ച് ഞങ്ങൾക്ക് ഒരു 15 മുതൽ 20 വരെ നായ്ക്കളെയാണ് ഒരു ദിവസം ABC ചെയ്യാൻ സാധിക്കുന്നത്. നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുന്ന സ്ഥലങ്ങളിൽ തെരുവുനായ ശല്യം ഉണ്ട് എന്ന് പറഞ്ഞാൽ ഈ നിമിഷം തന്നെ ഡോഗ് സ്ക്വാഡിനെ അയച്ച് അവയെ പിടിക്കുവാനും വാക്സിനേറ്റ് ചെയ്ത് ഷെൽട്ടറിൽ പെർമനൻ്റായിട്ട് ഷെൽട്ടറിൽ അടയ്ക്കുവാനും ഭരണസമിതി തയ്യാറാണ്. 2-3 മാസം ABC യൂണിറ്റ് പ്രവർത്തിക്കാതിരുന്നിട്ട് പോലും തിരുവനന്തപുരം കോർപ്പറേഷൻ അത് തന്നില്ല. അത് നിങ്ങൾ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനോട് വെള്ളക്കെട്ട് പരിഹരിക്കണമെങ്കിൽ വാട്ടർ അതോറിറ്റിയുടെ വളരെ വലിയൊരു ഇടപെടൽ വേണം. ഞങ്ങൾ KSU യൂണിറ്റിൻ്റെ ഭാരവാഹികളാണ്. ഞാൻ KSU യൂണിറ്റ് പ്രസിഡൻ്റാണ്. ഞങ്ങൾക്ക് രാത്രിയൊക്കെ നൈറ്റ് ഡ്യൂട്ടി ഉണ്ടാകും. നാളെ 2:30 മണിക്ക് കോർപ്പറേഷൻ്റെ ജനറൽ കൗൺസിൽ യോഗം ചേരുകയാണ്. എല്ലാ സ്റ്റാൻഡിംഗ് കമ്മിറ്റികളുടെയും യോഗം പൂർത്തിയാക്കി അജണ്ടയൊക്കെ നേരത്തെ തന്നെ കൗൺസിലർമാർക്ക് എത്തിച്ചു കൊടുത്ത് നാളെ ജനറൽ കൗൺസിൽ യോഗം ചേരുകയാണ്. പ്രധാനമായിട്ട് ഒരുപാട് കാര്യങ്ങൾ നാളെ ചർച്ച ചെയ്യേണ്ട ദിവസമാണ്. പൂർണ്ണമായിട്ടും നല്ല രീതിയിലുള്ള ഒരു സഹകരണമൊക്കെയാണ് എല്ലാവരിൽ നിന്നും ഭരണസമിതി പ്രതീക്ഷിക്കുന്നത്. ഞാനത് ഈ കൗൺസിൽ യോഗത്തിന് മുമ്പ് എടുത്തു പറയാൻ കാരണം, ചില വാർത്തകൾ കഴിഞ്ഞ 2-3 ദിവസമായി വ്യത്യസ്ത തരത്തിൽ അവിശ്വാസ പ്രമേയം എന്നൊക്കെ പറഞ്ഞിട്ട് വാർത്തകൾ, എന്തായാലും 3-4 ദിവസം കാര്യമായിട്ട് മാധ്യമങ്ങൾ വാർത്തകൾ നിറയുകയായിരുന്നു. അപ്പോൾ നാളെ കൗൺസിൽ യോഗമായതുകൊണ്ടാണ് ഇന്ന് ഇക്കാര്യം പറയുന്നത്. BJPക്ക് 101-50 സീറ്റാണ് ജയിച്ചിട്ടുള്ളത്. അപ്പോൾ ഭരണത്തിൽ എത്തുന്ന സമയത്ത് തന്നെ 6 മാസത്തിലൊരിക്കൽ ഇത്തരത്തിലുള്ള അവിശ്വാസ പ്രമേയങ്ങൾ ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു. അതായത് 5 വർഷം കൊണ്ട് 10 അവിശ്വാസ പ്രമേയങ്ങൾ നേരിടേണ്ടി വരുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ഭരണസമിതി അധികാരത്തിലേറിയത്. അതുകൊണ്ട് ജനാധിപത്യത്തിൽ എങ്ങനെയുള്ള സാഹചര്യങ്ങൾ നിയമപരമായി അനുവദിക്കപ്പെട്ടതാണ്. അങ്ങനെയുള്ള ഏതൊരു കാര്യം വന്നു കഴിഞ്ഞാലും വളരെ പോസിറ്റീവായിട്ട് ജനാധിപത്യപരമായ രീതിയിൽ ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. ഏതൊക്കെ ഒരു ചർച്ചയ്ക്കും കോർപ്പറേഷൻ ഭരണസമിതി തയ്യാറാണ്. ഈ ഭരണസമിതി അധികാരത്തിലെത്താൻ ഇടയായ തെരഞ്ഞെടുപ്പ് സമയത്ത് 4 കാര്യങ്ങളാണ് ഞങ്ങൾ ജനങ്ങളോട് 1 വർഷത്തേക്ക് ചെയ്യുമെന്ന് പറഞ്ഞത്. ഇപ്പോൾ നിങ്ങളൊക്കെ പലതവണ കേട്ട കാര്യങ്ങളാണ്. ഈ സാഹചര്യമായതുകൊണ്ട് ഞാൻ ഒരിക്കൽ കൂടി അത് ഓർമ്മിപ്പിക്കാം. ഒരുപാട് പ്രസംഗങ്ങൾ പറഞ്ഞതാണ്, എങ്കിലും സാഹചര്യം ഇതായതുകൊണ്ട് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കാം. രണ്ടാമത്തെ ഒന്ന്, തെരുവ് നായ്ക്കളെ 1 വർഷത്തിനകം തെരുവ് നായ് ശല്യം അവസാനിപ്പിക്കും, തെരുവ് നായ്ക്കളെ ഷെൽട്ടർ ചെയ്യുമെന്ന് പറഞ്ഞു. 2, നഗരത്തിലെ കുടിവെള്ള പ്രശ്നവും വെള്ളക്കെട്ടും 1 വർഷത്തിനകം പരിഹരിക്കുമെന്ന് പറഞ്ഞു. 3, വേസ്റ്റ് മാനേജ്മെൻറ്റ് 1 വർഷത്തിനകം പരിഹരിക്കുമെന്ന് പറഞ്ഞു. ഈ 4 കാര്യങ്ങളാണ് ഞങ്ങൾ ജനങ്ങളുടെ മുമ്പാകെ പറഞ്ഞു തരുന്നത്. അതിൽ ഈ ഭരണസമിതി അധികാരത്തിൽ വന്ന ആദ്യത്തെ മാസം 30 ദിവസം തികയുന്നതിന് മുമ്പ് തന്നെ തെരുവ് നായ്ക്കളെ പൈലറ്റ് പ്രോജക്റ്റ് എന്നുള്ള നിലയ്ക്ക് ഷെൽട്ടർ ചെയ്തു. 1 മാസത്തിനകം തന്നെ. അത് നിങ്ങളുടെ ഒക്കെ മാധ്യമപ്രവർത്തകരെയൊക്കെ വിളിച്ചറിയിച്ചിട്ടാണ് ഞങ്ങളത് ചെയ്തത്. ഒരു 2-3 മാസം അവയെ നിരീക്ഷിച്ചതിന് ശേഷം, അതായത് ആദ്യമായിട്ട് ഇങ്ങനെ ഷെൽട്ടർ ചെയ്യുമ്പോഴേക്കും ജീവനുള്ള ജീവികളാണല്ലോ അവയ്ക്ക് ജീവനുള്ളതാണല്ലോ. അപ്പോൾ അവയെ ഒന്ന് നിരീക്ഷിച്ച് ആദ്യമായി ഒരു കോർപ്പറേഷൻ ഭരണസമിതി ഷെൽട്ടർ ചെയ്യുമ്പോഴേക്കും ഉണ്ടാകുന്ന സാഹചര്യങ്ങളൊക്കെ പഠിച്ചതിന് ശേഷം അത് പെർമനൻ്റായിട്ട് ആരംഭിച്ചു. അതും മാധ്യമപ്രവർത്തകരെ വിളിച്ച് പറയുകയും നിങ്ങളൊക്കെ അറിയിച്ചിട്ട് തിരുവനന്തപുരം ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ നിന്നാണ് അത് ചെയ്തു തുടങ്ങിയത്. ഇന്നലെ എന്നെ കാണാൻ വന്ന മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ ഞാൻ പറഞ്ഞു, ഇപ്പോൾ നിങ്ങൾ ആരാവശ്യപ്പെട്ടാലും നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുന്ന സ്ഥലങ്ങളിൽ തെരുവുനായ ശല്യം ഉണ്ട് എന്ന് പറഞ്ഞാൽ ഈ നിമിഷം തന്നെ ഡോഗ് സ്ക്വാഡിനെ അയച്ച് അവയെ പിടിക്കുവാനും വാക്സിനേറ്റ് ചെയ്ത് ഷെൽട്ടറിൽ പെർമനൻ്റായിട്ട് ഷെൽട്ടറിൽ അടയ്ക്കുവാനും ഭരണസമിതി തയ്യാറാണ്. സാധാരണ ABC ചെയ്ത് തുറന്ന് അതേ സ്ഥലത്ത് വിടുകയാണ് ചെയ്തത്. 5 ദിവസം വിശ്രമം കഴിഞ്ഞിട്ട് എല്ലാവരും വിടുകയാണ് ചെയ്തത്. ഞങ്ങൾ പെർമനൻ്റ് ഷെൽട്ടറിൽ അടയ്ക്കാൻ തയ്യാറാണ്. അത്രത്തോളം വെൽ എക്യുപ്ഡ് ആയി കഴിഞ്ഞു. ഇന്നലെ വൈകുന്നേരവും പറഞ്ഞു ഇന്ന് ഞാൻ അത് ആവർത്തിക്കുകയാണ്, നിങ്ങളോടൊക്കെ ഉൾപ്പെടെ. അപ്പോൾ നമുക്കിപ്പോൾ നിലവിലൊരു 15 മുതൽ 20 നായ്ക്കളെയാണ് ABC ചെയ്യാൻ വേണ്ടിയുള്ള സൗകര്യം ഇപ്പോഴുള്ളത്, കോർപ്പറേഷൻ്റെ കൈവശമുള്ളത്. കേന്ദ്ര ഗവൺമെൻറ് അനുവദിച്ചു കൊടുത്ത ജില്ലാ പഞ്ചായത്ത് കൈകാര്യം ചെയ്യുന്ന ഒരു പോർട്ടബിൾ ABC യൂണിറ്റ് ഉണ്ട്. ഞങ്ങൾ 5 മാസമായി ആ ABC യൂണിറ്റ് ചോദിക്കുകയാണ്. 2-3 മാസം ABC യൂണിറ്റ് പ്രവർത്തിക്കാതിരുന്നിട്ട് പോലും തിരുവനന്തപുരം കോർപ്പറേഷൻ അത് തന്നില്ല. അത് നിങ്ങൾ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനോട് എൻ്റെ കാരണം ചോദിക്കണം. തിരുവനന്തപുരം കോർപ്പറേഷൻ ആവശ്യപ്പെട്ടിട്ട് ഞങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞ് മണ്ണന്തല
ഞങ്ങൾ അതിനുവേണ്ടി ഒരു ഗ്രൗണ്ടെല്ലാം സെറ്റാക്കിയിട്ട് 45 ദിവസം തിരുവനന്തപുരം കോർപ്പറേഷന് തരാം. നെടുമങ്ങാട് മുനിസിപ്പാലിറ്റിയിൽ നടക്കുന്ന പ്രവർത്തനം കഴിഞ്ഞാൽ തിരുവനന്തപുരത്തിന് തരാമെന്ന് ഔദ്യോഗികമായി പറയുകയും അതനുസരിച്ച് ഞങ്ങൾ മണ്ണന്തലയിൽ എല്ലാ തയ്യാറെടുപ്പും നടത്തിയിട്ടും ഞങ്ങൾക്ക് ആ ABC യൂണിറ്റ് തന്നില്ല. ഞാനതിപ്പോഴാണ് നിങ്ങളോട് പറയുന്നത്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നാഷണൽ ഡയറി ഡെവലപ്മെൻറ്റ് ബോർഡിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് കൊടുത്ത ABC യൂണിറ്റാണ്. കൈകാര്യം ചെയ്യുന്ന ജില്ലാ പഞ്ചായത്താണ്. 3 മാസം അത് 1 മാസത്തെ മെയിൻ്റനൻസ് ആയിരുന്നു. ബാക്കി സമയം പ്രവർത്തിക്കാതെ കിടന്നിട്ട് പോലും തിരുവനന്തപുരം കോർപ്പറേഷൻ തന്നില്ല. ഇപ്പോൾ വേറെ ഏതൊരു പഞ്ചായത്തിന് കൊടുത്തിരിക്കുകയാണ്. അതിപ്പോൾ ജില്ലാ പഞ്ചായത്തിൻ്റെ തീരുമാനമാണ്. അപ്പോൾ നിലവിലുള്ള സംവിധാനം വെച്ച് ഞങ്ങൾക്ക് ഒരു 15 മുതൽ 20 വരെ നായ്ക്കളെയാണ് ഒരു ദിവസം ABC ചെയ്യാൻ സാധിക്കുന്നത്. അവയെ 5 ദിവസത്തെ വിശ്രമത്തിന് ശേഷം ഞങ്ങളുടെ പെർമനൻറ്റ് ഷെൽട്ടറിലേക്ക് മാറ്റുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് ഈ ഇരിക്കുന്ന മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ കൗൺസിലർമാരുൾപ്പെടെ ആര് അറിയിച്ചാലും ഓരോ സ്ഥലത്തിൻ്റെയും പ്രാധാന്യവും നായ്ക്കൾ എത്രത്തോളം അക്രമകാരികളാണെന്ന് നോക്കിയിട്ട് ഞങ്ങൾ പിടിച്ചു മാറ്റാൻ തയ്യാറാണ്. ഇതാണ് ഞങ്ങൾ 1 വർഷത്തിനകം ചെയ്യുമെന്ന് പറഞ്ഞ കാര്യം 6 മാസം പൂർത്തിയാകുമ്പോൾ ആ പ്രക്രിയ ആരംഭിച്ചിരിക്കുന്നു. മറ്റു 3 കാര്യങ്ങൾ വേസ്റ്റ് മാനേജ്മെൻറ്റ്, വെള്ളക്കെട്ട്, കുടിവെള്ള പ്രശ്നം. ഈ 3 കാര്യങ്ങളിലും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ കൂടി ഇടപെടലും സഹകരണവും ആവശ്യമാണ്. ഫണ്ടിങ്ങിൻ്റെ കാര്യത്തിലാകട്ടെ, ചില അനുമതികളുടെ കാര്യത്തിലായിക്കോട്ടെ, ഡിപ്പാർട്ട്മെൻറ്റുകളുടെ കോർഡിനേഷൻ്റെ കാര്യത്തിലായിക്കോട്ടെ, ഈ 2 സർക്കാരുകളുടെ ഇടപെടൽ ആവശ്യമാണ്. അക്കാര്യങ്ങളിൽ ഞങ്ങൾക്കുണ്ടായിരുന്ന ചെറിയ പരിമിതി, ഈ ഭരണസമിതി അധികാരത്തിൽ വന്ന് 2ാമത്തെ മാസം തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വന്നു. അതിനുശേഷം 1.5-2 മാസത്തോളം തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം നിലനിന്നിരുന്നു. അപ്പോൾ ഞങ്ങൾ അധികാരത്തിൽ വരുന്നത് മുൻ സർക്കാരിൻ്റെ, സംസ്ഥാന സർക്കാരിൻ്റെ അവസാന നാളുകളിലായതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങളിലും ഫൈനൽ തീരുമാനം എടുക്കാൻ ചില പരിമിതികളുണ്ടായിരുന്നു. എങ്കിലും ആ സർക്കാർ പരമാവധി അവസാനം വരെ കോർപ്പറേഷനുമായി സഹകരിച്ച് തന്നെയാണ് മുന്നോട്ട് പോയത്. പുതിയ സർക്കാർ അധികാരത്തിൽ വന്ന് 3ാമത്തെ ദിവസമാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ കാണാൻ വേണ്ടി സാധിച്ചത്. ചോദിച്ച സമയത്ത് തന്നെ അദ്ദേഹം അപ്പോയിൻമെൻറ്റ് സാധിച്ചത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ കണ്ട ആദ്യ കൂടിക്കാഴ്ചയിൽ തന്നെ അദ്ദേഹം ആവശ്യത്തിന് സമയം അനുവദിച്ചു. കുടിവെള്ള പ്രശ്നം, വെള്ളക്കെട്ട്, വേസ്റ്റ് മാനേജ്മെൻറ്റ്, ഇക്കാര്യങ്ങളിൽ സംസ്ഥാന സർക്കാരിൻ്റെ ഏതൊക്കെ തരത്തിലുള്ള സഹായമാണ് വേണ്ടതെന്ന് ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചു. അദ്ദേഹം അപ്പോൾ തന്നെ തയ്യാറാണ് എന്ന് പറഞ്ഞു. 2ാമത് അദ്ദേഹത്തെ കണ്ടപ്പോഴേക്കും ഇക്കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് വിവരിച്ചു. അപ്പോൾ അദ്ദേഹം ബഡ്ജറ്റ് കഴിഞ്ഞാൽ സാധ്യമായ കോർപ്പറേഷന് സൗകര്യപ്രദമായ അദ്ദേഹം തിരുവനന്തപുരത്തുള്ള ഏത് ദിവസവും അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു കോൺക്ലേവ് സംഘടിപ്പിക്കാൻ തയ്യാറാണെന്ന് അദ്ദേഹം പറഞ്ഞു. നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ അദ്ദേഹം ഗൗരവമായിട്ട് കേട്ടു. അപ്പോൾ ആ ഇടപെടൽ ആരംഭിച്ചു. അതിനുശേഷം ബഹുമാനപ്പെട്ട 3 മന്ത്രിമാർ, ശ്രീ മോൻസ് ജോസഫ്, ശ്രീ കെ മുരളീധരൻ, ശ്രീ CP ജോൺ, ഈ 3 മന്ത്രിമാരുടെയും നേതൃത്വത്തിൽ സംഘടിപ്പിച്ച സെക്രട്ടേറിയറ്റിൽ വെച്ച് നടത്തിയ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ് തലവന്മാരും അതോടൊപ്പം തന്നെ തിരുവനന്തപുരം കോർപ്പറേഷനിലെ സെക്രട്ടറി ഉൾപ്പെടെയുള്ള എഞ്ചിനീയറിംഗ് വിഭാഗത്തിലെയും മരാമത്തിലെയും ജീവനക്കാർ ഉൾപ്പെടെ ഒരു വളരെ വലിയൊരു മീറ്റിംഗ് നടന്നു. നിങ്ങൾ പലരും റിപ്പോർട്ട് ചെയ്തതാണ്. ആ മീറ്റിങ്ങിൽ വെച്ച് തിരുവനന്തപുരം സിറ്റിയിലെ കുടിവെള്ള പ്രശ്നത്തെക്കുറിച്ചും വെള്ളക്കെട്ടിനെക്കുറിച്ചും ഞങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ 3 മന്ത്രിമാരും മേയറും ചേരുന്ന ഒരു ടീം കൃത്യമായ ഇടവേളകളിൽ ഇരിക്കുകയും ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യണം, അതിൻ്റെ നടപടികൾ സ്വീകരിക്കണമെന്ന് ആലോചിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ കോർപ്പറേഷൻ തന്നെ നേതൃത്വം കൊടുക്കുന്ന ഒരു കോൺക്ലേവ് ഈ വിഷയങ്ങൾ ചർച്ച ചെയ്ത് കൗൺസിലർമാർ മുതൽ സംസ്ഥാന സർക്കാർ വരെ ഏതൊരു പാറ്റേണിൽ യാത്ര ചെയ്യണം ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ എന്നുള്ളതിനെക്കുറിച്ചുള്ള വിലയിരുത്തതിനെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ട്. അതിൻ്റെ ടെൻറ്റേറ്റീവായിട്ടുള്ള ഡേറ്റ് മുഖ്യമന്ത്രി തന്നിട്ടുണ്ട്. തിങ്കളാഴ്ചത്തെ കൗൺസിൽ കഴിഞ്ഞാൽ അക്കാര്യങ്ങൾ ഫൈനൽ തീരുമാനം വരും. അപ്പോൾ കുടിവെള്ള പ്രശ്നവും വെള്ളക്കെട്ട്, ഞാൻ ഇത്രയും പറയാൻ കാരണം വെള്ളക്കെട്ട് പരിഹരിക്കണമെങ്കിൽ വാട്ടർ അതോറിറ്റിയുടെ വളരെ വലിയൊരു ഇടപെടൽ വേണം. അരുവിക്കരയിൽ നിന്നാണ് നമ്മൾ വെള്ളം കൊണ്ടുവരുന്നത്. അരുവിക്കര വിദഗ്ധ അഭിപ്രായങ്ങൾ വരുന്നത് അരുവിക്കരയിൽ ആവശ്യത്തിന് വെള്ളം ഇപ്പോൾ ലഭിക്കുന്നില്ല. 1994 പ്ലാൻ നടപ്പിലാക്കുമ്പോൾ ഉള്ളതിനേക്കാൾ ജനസംഖ്യ തിരുവനന്തപുരത്ത് കൂടിയിട്ടുണ്ട്. പലപ്പോഴും ഇപ്പോൾ തന്നെ നമുക്കിപ്പോൾ വെള്ളപ്രശ്നമുള്ളത് ജൂൺ മാസത്തിൽ ആവശ്യമായ മഴ കിട്ടാത്തതുകൊണ്ട്. അപ്പോൾ ഈ വിഷയങ്ങൾ കോർഡിനേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജലവിഭവ വകുപ്പിൻ്റെ വലിയൊരു ഇടപെടൽ വേണം. അതിന് കോർപ്പറേഷൻ, സിറ്റി എന്നുള്ള അല്ലെങ്കിൽ കോർപ്പറേഷൻ്റെ ഇടപെടൽ വേണം. അവിടെയാണ് മുഖ്യമന്ത്രിയുടെ സഹായവും ജലസേന മന്ത്രി സഹായവും നമുക്ക് ആവശ്യമായി വരുന്നത്. അതോടൊപ്പം തന്നെ വെള്ളക്കെട്ട് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഇറിഗേഷൻ ഉൾപ്പെടെയുള്ള, ഇൻലാൻഡ് നാവിഗേഷൻ ഉൾപ്പെടെയുള്ള പല ഡിപ്പാർട്ട്മെൻറ്റുകളുടെയും കൂടി ഇടപെടൽ ആവശ്യമാണ്. അതിന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഒരു കോർഡിനേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ പരിഹരിക്കാൻ സാധിക്കുകയുള്ളൂ. അത് നമ്മളൊരു പ്ലാൻ തയ്യാറാക്കിയതിന് ശേഷം കേന്ദ്ര ഗവൺമെൻറ്റിനെ സമീപിക്കണം. ചില ഫണ്ടുകളും അണക്കെട്ടിൻ്റെ ഉയരം ഉയർത്തുവാനുള്ള, ഹൈറ്റ് ഉയർത്തുവാനുള്ള പെർമിഷനൊക്കെ തന്നെ കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കേണ്ടതായിട്ടുണ്ട്, ഫോറസ്റ്റ് മിനിസ്ട്രിയിൽ നിന്ന്. അപ്പോൾ അത്തരത്തിലുള്ള ചർച്ചകളും കാര്യങ്ങളും പുതിയ ഗവൺമെൻറ് വന്നതിന് ശേഷം നടത്തുകയാണ്. ഞങ്ങൾ തുടക്കം മുതൽ തന്നെ ആരംഭിച്ചെങ്കിലും ഈ തെരഞ്ഞെടുപ്പും പുതിയ ഗവൺമെൻറ്റും സത്യപ്രതിജ്ഞ, പിന്നെ ഇത്രയും തിരക്ക് പിടിച്ച ഒരു സംസ്ഥാന സർക്കാരിൻ്റെ ഇടപെടൽ ഒരു കോർപ്പറേഷന് വേണ്ടി മാത്രം സമയം മാറ്റിവെക്കാൻ വേണ്ടി അവർക്കും പരിമിതിയുണ്ട്. പക്ഷേ ആവശ്യപ്പെട്ട സമയമൊക്കെ തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അനുവദിച്ച് തന്നിട്ടുമുണ്ട്. ആ കാര്യം അപ്പോൾ ഞങ്ങൾ ഏറ്റ 4 കാര്യങ്ങൾ, ഒരു കാര്യം ഞങ്ങൾ പൂർണ്ണമായിട്ടും ആരംഭിച്ചു കഴിഞ്ഞു. നിങ്ങളോട് ഉൾപ്പെടെ പറയുകയാണ്, നിങ്ങൾ ആവശ്യപ്പെട്ടാൽ ആ നിമിഷം തന്നെ ഞങ്ങളുടെ ഡോഗ് സ്ക്വാഡ് അവിടെ വന്ന് സൺഡേ ഉൾപ്പെടെ 24 മണിക്കൂറും ഡോഗ് സ്ക്വാഡ് അവിടെ വന്ന് ഈ നായ്ക്കളെ പിടിക്കാൻ തയ്യാർ. ആദ്യം ആശുപത്രികൾ, റെയിൽവേ സ്റ്റേഷൻ,
ബസ് സ്റ്റാൻഡ് പോലുള്ള ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ഉത്തരവ് അനുസരിച്ചിട്ടുള്ള കോളേജുകൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്നാണ് ഇപ്പോൾ പിടിച്ചുകൊണ്ടിരിക്കുന്നത്. മ്യൂസിയം ആയി, വിമൻസ് കോളേജായി, ഗവൺമെൻറ് മെഡിക്കൽ കോളേജ്, SAT ആയി, RCC, ശ്രീചിത്ര, ഇപ്പോൾ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ ബസ് സ്റ്റാൻഡിൽ നിന്നൊക്കെ പിടിക്കുകയാണ്. പിന്നെ ചെന്ന് കഴിഞ്ഞാൽ എല്ലാ നായ്ക്കളെയും അപ്പം കിട്ടില്ല, കുറേ ഓടും, അപ്പം വീണ്ടും അവിടെ നിന്ന് പിടിക്കേണ്ടി വരും. ഇപ്പം ഫസ്റ്റ് പ്രയോറിറ്റി അക്രമകാരികളായിട്ടുള്ള നായ്ക്കളെ പിടിക്കുന്നതിനാണ്. ഇതിൽ ഭരണസമിതിയൊക്കെ തന്നെ ഇങ്ങനെയൊന്നുമുള്ള കാര്യങ്ങൾ ചെയ്യുന്നില്ല എന്ന് പറയുന്ന ചില കൗൺസിലർമാർ പറഞ്ഞ സ്ഥലത്തുനിന്ന് തന്നെ നായ്ക്കളെ പിറ്റേ ദിവസം രാവിലെ പിടിച്ച് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഞാൻ ആ പേരുകളൊന്നും പറയുന്നില്ല. പിന്നെ ഇവിടെ ആദ്യം തെരുവുനായ്ക്കളുടെ പ്രശ്നവുമായി ബന്ധപ്പെട്ട് വന്നത് KSUവിൻ്റെ മെഡിക്കൽ കോളേജ് യൂണിറ്റ് പ്രസിഡൻ്റ് ഉൾപ്പെടെയുള്ള കുട്ടികളാണ്. അവിടുത്തെ വനിതാ ഹോസ്റ്റലിൽ താമസിക്കുന്ന KSUവിൻ്റെ യൂണിറ്റ് പ്രസിഡൻ്റ് കുട്ടിയാണ് ഏറ്റവും കൂടുതൽ സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ നായ്ക്കളെ പിടിക്കാൻ വേണ്ടി അവിടെ വന്നപ്പോഴേക്കും തിരുവനന്തപുരം കോർപ്പറേഷനെ അഭിനന്ദിച്ചത്. ഞങ്ങൾ KSU യൂണിറ്റിൻ്റെ ഭാരവാഹികളാണ്, ഞാൻ KSU യൂണിറ്റ് പ്രസിഡൻ്റാണ്, ഞങ്ങൾക്ക് രാത്രിയൊക്കെ നൈറ്റ് ഡ്യൂട്ടി ഉണ്ടാകും, അപ്പോഴേക്കും പോകാനായിട്ട് ഭയമാണ്, തെരുവ് നായ്ക്കളാണ് ഞങ്ങളുടെ 4 ചുറ്റും, ഹോസ്റ്റലിനുള്ളിൽ കയറാൻ ഭയമാണ് ഞങ്ങൾക്ക് പെൺകുട്ടികൾക്ക്. ഇന്നിപ്പം തിരുവനന്തപുരം കോർപ്പറേഷൻ അറിയിച്ചു, അവർ വന്ന് അതിനെ പിടിച്ചതിൽ ഞങ്ങൾക്ക് ആശ്വാസമുണ്ട്, സന്തോഷമുണ്ടെന്ന് പറഞ്ഞ KSUവിൻ്റെ യൂണിറ്റ് പ്രസിഡൻ്റായിട്ടുള്ള ഒരു വനിതയാണ്. നിങ്ങളൊക്കെ മാധ്യമങ്ങളിലൂടെ അത് കണ്ടു കാണുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അക്കാര്യം വളരെ ഉത്തരവാദിത്വം. ഈ നായ്ക്കളെ ഒന്നിനെ തന്നെ തിരിച്ചവിടെ കൊണ്ടുവിടില്ല, അത് ഉത്തരവാദിത്തത്തോടെ. ഇത് കോർപ്പറേഷന് മാത്രം ചെയ്യാൻ പറ്റുന്നതാണ്, അതുകൊണ്ടാണ് ഇത്രയും പെട്ടെന്ന് ചെയ്യാൻ സാധിച്ചത്. മറ്റേ 2 സർക്കാരിന്. അപ്പോൾ ഉത്തരവാദിത്തത്തോടെ പറഞ്ഞ 4 കാര്യങ്ങളിലും ഈ ഭരണസമിതി കൃത്യമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഇതിനുപരിയായിട്ട് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നമുക്കറിയാം. ഞാൻ തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഉദ്യോഗസ്ഥന്മാരുടെ, ജീവനക്കാരുടെ ഭാഗത്തുനിന്ന് ഞങ്ങൾക്ക് വളരെ വലിയ പിന്തുണയാണ് ഈ ഭരണസമിതിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഒറ്റപ്പെട്ട സംഭവങ്ങൾ ചില സമയത്ത് അവർ ശീലിച്ചു പോയ ചില ശീലങ്ങൾ, ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഒരു എവിടെയെങ്കിലുമൊക്കെ കണ്ടേക്കാം, അതിപ്പോൾ ഏത് ഭരണസമിതിയിൽ എവിടെയും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പക്ഷേ ആകെ ജനറലായിട്ട് നോക്കുമ്പോഴേക്കും എല്ലാ ജീവനക്കാരുടെ ഭാഗത്തുനിന്നും ഞങ്ങൾക്ക് വളരെ നല്ല പിന്തുണയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്.